ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള നീക്കങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. ഇ.ഡി. കളത്തിലേക്ക് വരുന്നു. PMLA നിയമപ്രകാരം ഇ.ഡി. ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. കൊച്ചിയിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ വരുന്നു. അതോടൊപ്പം തന്നെ സുപ്രധാന ചോദ്യം ചെയ്യലുകളും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു. വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് തന്ത്രിയെ ചോദ്യം ചെയ്യുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SITയുടെ വളരെ നിർണായകമായ നീക്കമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്. അങ്ങനെയെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് എത്തിച്ചത് തന്ത്രിയായിരുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട മൊഴി SITക്ക് മുൻപാകെ ഉണ്ട്. പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ നൽകിയ മൊഴി അതായിരുന്നു. ആ മൊഴി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് ഇപ്പോൾ പോകുന്നു. തന്ത്രി കസ്റ്റഡിയിലാണ്. കണ്ഠരര് രാജീവര് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്കും SITയുടെ ഭാഗത്തു നിന്നും വരികയാണ്. അങ്ങനെയെങ്കിൽ ഒരു അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യത കൂടി തെളിയുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് എത്തിച്ചത് കണ്ഠരര് രാജീവര് ആയിരുന്നു എന്ന നിർണായകമായ മൊഴി പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ നൽകിയിരുന്നു. ആ മൊഴി കേന്ദ്രീകരിച്ചുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സ്വർണ്ണപ്പാളി കടത്തിവിടുന്നതിൽ പോറ്റിക്ക് നൽകുന്നതിൽ അനുമതി നൽകിയതും തന്ത്രിയായിരുന്നു എന്ന പ്രധാനപ്പെട്ട മൊഴി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നടക്കം പത്മകുമാറിന്റെ ഭാഗത്തുനിന്നടക്കം SITക്ക് മുൻപിലേക്കുണ്ട്. ഈ സാഹചര്യങ്ങളിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം SITയുടെ ഭാഗത്തു നിന്നും. അന്വേഷണത്തിന് ഇനി വളരെ തുച്ഛമായ സമയം മാത്രം നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ തന്ത്രിയിലേക്ക് അന്വേഷണം നീങ്ങിയിരിക്കുന്നത്. തന്ത്രിയെ നേരത്തെ മൊഴിയെടുക്കാൻ പലതവണ വിളിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്നിപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. ചോദ്യം ചെയ്യുന്നു. അറസ്റ്റിലേക്ക് എന്ന സൂചന ഇപ്പോൾ ലഭ്യമാകുന്നു. ജിബിൻ JB ചേരുന്നു. ജിബിൻ, ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആസ്ഥാനത്ത് എത്തിച്ചുകൊണ്ടാണോ തന്ത്രിയെ ചോദ്യം ചെയ്തത്? എന്തൊക്കെ ചോദ്യം ചെയ്യൽ, എത്ര സമയം എടുത്തിരിക്കുന്നു ഈ തന്ത്രിയെ കസ്റ്റഡിയിൽ എടുത്തിട്ട് അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടോ ജിബിൻ? അറസ്റ്റിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കണ്ഠരര് രാജീവരെയാണ് ഇന്ന് രാവിലെയോടുകൂടി അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നത്. പ്രത്യേക അതായത് വളരെ രഹസ്യമായാണ് ഈ ഒരു ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചോദ്യം മണിക്കൂറുകളോളം പിന്നിട്ടിരിക്കുകയാണ്. അറസ്റ്റിലേക്ക് പോകുമെന്നുള്ള ഒരു സാധ്യത തന്നെയാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. കാരണം ആദ്യം ഒരിക്കൽ തന്ത്രിയെ വിളിച്ചു വരുത്തി ഇത്തരത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരാഞ്ഞിരുന്നു, മൊഴിയെടുത്തിരുന്നു, അതിനുശേഷം വിട്ടയച്ചിരുന്നു. സാധാരണഗതിയിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒരു തവണ മൊഴിയെടുത്ത ശേഷം വീണ്ടും രണ്ടാമത് വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അറസ്റ്റിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ മുൻപ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിലാണെങ്കിലും പത്മകുമാറിന്റെ കാര്യത്തിലാണെങ്കിലും മുരാരി ബാബുവിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം അന്വേഷണ സംഘം ആദ്യം വിളിച്ചു വരുത്തുന്നു, പിന്നീട് മൊഴിയെടുക്കുന്നു, വിട്ടയക്കുന്നു. തുടർന്ന് പിന്നീടും ഒരു തവണ കൂടി അവരെ വിളിച്ചു വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് കസ്റ്റഡിയിലെടുത്ത് വീണ്ടും കൂടുതൽ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ആ കാലഘട്ടത്തിലെ സ്വർണ്ണക്കൊള്ള നടന്ന കാലഘട്ടത്തിലെ ദേവസ്വം സെക്രട്ടറിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പല തവണ അവർ ചോദ്യം ചെയ്യലുമായി സഹകരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് സുപ്രീം കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ തൊട്ടു പിന്നാലെ തന്നെ അന്വേഷണ സംഘം ഇവരെയും ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ നിന്ന് ലഭിച്ച, അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആ കാലഘട്ടത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള നടന്ന കാലഘട്ടത്തിൽ പലരെയും ചോദ്യം ചെയ്തു. അന്നത്തെ ദേവസ്വം മെമ്പർമാരെയും ദേവസ്വം ബോർഡ് അംഗങ്ങളെയൊക്കെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു രണ്ടാമത് വീണ്ടും തന്ത്രി വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മണിക്കൂറിൽ നമുക്ക് ലഭ്യമാക്കുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്.